2 ദിനവൃത്താന്തം അധ്യായം 13. അബിയ. ജെറോബോവാം രാജാവിൻ്റെ 18-ാം ഭരണവർഷം അബിയ യൂദായിൽ വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. ഗിബയായിലെ ഊറിയേലിൻ്റെ മകൾ മിക്കായ ആയിരുന്നു അവൻ്റെ അമ്മ. അബിയായും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു. വീരപരാക്രമികളായ 400,000 യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു. ജെറോബോവാം 800,000 യുദ്ധവീരന്മാരെ അണിനിരത്തി. എഫ്രായിം മലമ്പ്രദേശത്തുള്ള സെമറായീം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു, ജെറോബോവാമും സകല ഇസ്രായേലിലും കേൾക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിൻ്റെ രാജത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എങ്കിലും നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ദാവീദിൻ്റെ മകനായ സോളമൻ്റെ ദാസനായിരിക്കെ തൻ്റെ യജമാനെതിരായി മത്സരിച്ചു. നിസ്സാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമൻ്റെ മകനായ റഹോബോവാമിനെ എതിർത്തു. പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സംഖ്യാബലം ഉണ്ട്. ജെറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻകാളക്കുട്ടികൾ ദൈവങ്ങളായും ഉണ്ട്. തന്നിമിത്തം ദാവീദിൻ്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കർത്താവിൻ്റെ പുരോഹിതന്മാരായ അഹറോൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും തുരത്തിയിട്ട് മറ്റു ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ? തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ 7 മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്നു പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു. എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം. അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല. കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹറോൻ്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവ്യരും ഞങ്ങൾക്കുണ്ട്. അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമള ധൂപങ്ങളും അർപ്പിക്കുന്നു. തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യ അപ്പം വയ്ക്കുന്നു. എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. നിങ്ങളോ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളുടെ നായകൻ. നിങ്ങൾക്ക് എതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട്. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിനൊരുമ്പെടരുത്. നിങ്ങൾ വിജയിക്കുകയില്ല. ജെറോബോവാം യൂദാ സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിരിപ്പുകാരെ അയച്ചിരുന്നു. അങ്ങനെ സൈന്യം മുൻപിലും പതിയിരിപ്പുകാർ പിന്നിലുമായി യൂദായെ വളഞ്ഞു. മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ യൂദാ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളം ഊതി. യൂദാ സൈന്യം പോർവിളി നടത്തി. അവർ ആർത്തു വിളിച്ചപ്പോൾ അബിയായുടെയും യൂദായുടെയും മുൻപിൽ ജെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു. ഇസ്രായേൽ സൈന്യം യൂദായുടെ മുൻപിൽ തോറ്റോടി. ദൈവം അവരെ യൂദായുടെ കൈകളിൽ ഏൽപ്പിച്ചു. അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിലെ 500,000 വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു. അന്ന് ഇസ്രായേൽ കീഴടങ്ങി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദ വിജയം കൈവരിച്ചു. അബിയ ജെറോബോവാമിനെ പിന്തുടർന്ന് ബഥേൽ, യശാന, എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അബിയായുടെ കാലത്ത് ജെറോബോവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവ് അവനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. എന്നാൽ അബിയ പ്രാബല്യം നേടി. അവന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 14. ആസ. അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു.
അശേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി. യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദാ നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂദായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല. അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കിപ്പണിയാം. അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. ആസായ്ക്ക് യൂദായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച 3,00,000 പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച 2,80,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 10,00,000 പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെ എത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരു കൂട്ടരും മരേഷായിലെ സെഫാത്ത താഴ്വരയിൽ അണിനിരന്നു. അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു. അന്ന് യൂദാ സൈന്യം വലിയൊരു കൊള്ള നടത്തി. ഗരാറിനു ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു. അവിടുത്തെ നിവാസികൾ കർത്താവിനെ കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു. യൂദാ സൈന്യം അവ കൊള്ളയടിച്ചു ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി. മൃഗശാലകൾ നശിപ്പിച്ചു. ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി. അവർ ജെറുസലേമിലേക്ക് മടങ്ങി.